ഹലോ! ഇതൊരു നോർമൽ ഡേ അല്ല. ഇതൊരു വീക്കെൻഡാണ്. എൻഗേജ്മെൻറ്റ് ലീവിന് വന്ന ഏട്ടൻ ഇനിയിപ്പോൾ അടുത്ത ദിവസം പോവാണ് ലീവൊക്കെ കഴിഞ്ഞിട്ട്. ഇനി കല്യാണത്തിന് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു ചെറിയ പൊന്മുടി യാത്രയാണ് നിങ്ങളീ കാണുന്നത്. പെട്ടെന്നായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഈ ടിഷ്യുടെ കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചൂട് പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസിലായിരുന്നു അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ താഴെ നമുക്ക് ഇരിക്കാൻ പ്ലേസൊക്കെ ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര നമ്മൾ തുടരുന്നു. അത്യാവശ്യം നല്ല കോടയാവുന്നുണ്ട്. കുറച്ചൊക്കെ എത്തുമ്പോഴത്തേക്ക് ഹെയർ പിൻസിലൊക്കെ മുന്നേ തന്നെ ആ കട കഴിയുന്ന സമയത്താണ് ഈ സ്ഥലമൊക്കെ. അപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആളുകളെ പോലും കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മഞ്ഞാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ടും കാര്യങ്ങളും ഒന്നും കേൾക്കാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് കട്ടനൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഹെയർ പിൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി എനിക്ക് വാള് വെക്കുകയോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഹെയർ പിൻസൊക്കെ കയറുമ്പോഴേ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ടോപ്പിൽ. നല്ല മഞ്ഞാണ് കേട്ടോ. നല്ല മഞ്ഞ് നല്ല തണുപ്പുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതില്ല. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 2 കപ്പിൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയി. അപ്പോൾ കാട്ടിലക്കട എന്ന് പറയുന്നൊരു കടയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ കാട്ടിൽ നിന്ന് അവർ കൂവേലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ട് അതിട്ടിട്ടാണ് നമുക്ക് ഫുഡ് തരുന്നത്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് നമുക്ക് ഫുഡിൻ്റെ കൂടെ തരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ആഹാരമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഈ അമ്മാമ്മയാണ് അവിടെ കട നടത്തുന്നത്. അഫോർഡബിൾ റേറ്റിനാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നത്. അത്യാവശ്യം യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോപ്പാണത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്, കൊല്ലത്തേക്ക് പോവുകയാണ്. മഴയ്ക്ക് മുന്നേ പോകാനാണ് നോക്കുന്നത്. മഴയൊക്കെ ആവുകയാണെങ്കിൽ അഥവാ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.